ദൈവീക കലയായ സംഗീതം മനുഷ്യന് ശാന്തിയും സന്തോഷവും സമാധാനവും കൈവരുത്തുന്നു. അങ്ങനെയുള്ള ഏറ്റവും മഹത്തരമായ ഈ സംഗീത വിരുന്നിലേക്ക് ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുനാമ കീർത്തനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വഴിയിൽ ആശ്വാസവും പ്രതീക്ഷയും എല്ലാമായി മാറാൻ ഇവിടെ വിരിയുന്ന ഈണങ്ങൾക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഹലോ, ഹായ്, എന്താ പേര്? എൻ്റെ പേര് അനുശ്രീ ഷാരോൺ. അനുശ്രീ എവിടുന്നാ വരുന്നത്? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അനുശ്രീ എന്താ പഠിക്കുകയാണോ, വർക്ക് ചെയ്യുകയാണോ, എന്താ ചെയ്യുന്നത്? ഞാൻ ബിടെക് പഠിക്കുകയാണ്, സെക്കൻഡ് ഇയർ മാർബസിയലിസ് കോളേജ്. ഓക്കെ, ആദ്യമായിട്ടാണോ ഈ ഫ്ലോറിൽ വന്ന് പാടുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ മറ്റ് മത്സരവേദികളിലൊക്കെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്, സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, യൂട്യൂബിൽ പാടാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് അനുശ്രീ ഇവിടെ പാടുന്നത്? ഞാൻ കാണുന്നു ഞാൻ ആ കാൽവരിക്കുന്നിൽ എന്നൊരു സോങ്ങാണ് ഇവിടെ പാടുന്നത്. പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും നന്നായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചീന്തിയ യേശുനാഥന്റെ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹര ഗാനം ആസ്വദിക്കാം. കാണാ
ഹായ് ഷോൺ, ഹായ് നിയ. ഹലോ. എന്തുണ്ട് രണ്ടുപേർക്ക് വിശേഷം? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഷോൺ എന്താ ഇപ്പം ചെയ്യുന്നത്? ഞാനിപ്പോൾ MSW ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലോഷ്യസ് കോളേജിൽ. ഓക്കെ. അപ്പൊ ഷോൺ ആദ്യമായിട്ടാണോ ഈ വേദിയിൽ വന്ന് പാടുന്നത്? അല്ലല്ല, ഇതിനു മുമ്പ് പാടിയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ നീയും ഇതിനു മുന്നേ ഒരുപാട് ഈ വേദിയിൽ വന്ന് പാടിയിട്ടുണ്ട് അല്ലേ? നീ ഇവിടെ അല്ലാണ്ട് പുറത്തൊക്കെ പോയി പാടാറുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാമിൽ പാടാറുണ്ട്. പിന്നെ ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഏത് ഫിലിമിലാണ് നീ പാടിയിട്ടുള്ളത്? പ്രീസ്റ്റ് എന്ന് പറഞ്ഞ മൂവിയിലെ നസ്രത്തിൻ നാട്ടിൽ എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണല്ലേ നസ്രത്തിൻ നാട്ടിൽ. അപ്പൊ ആ പാടിയ നീയ തന്നെ നമ്മുടെ ഫ്ലോറിലെത്തി നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇന്ന് രണ്ടുപേരും ചേർന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശു. ഓക്കെ. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ രണ്ടുപേരും? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അടിപൊളിയായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈശോയെ, നീയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. നിന്റെ സമ്പന്നതയിൽ ഞങ്ങൾ എന്നും ധന്യരാവട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിയയുടെയും ഷോണിൻ്റെയും ഈ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ശത്രുവിൻ അഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ജനഗനുടെ വളമർന്നു നീ ഞങ്ങൾക്കായി, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം
ഹലോ, ഹലോ, എന്താ പേര്? ജാസ്മിൻ ജോസഫ്. ജാസ്മിൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ജാസ്മിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എൻ്റെ ഹസ്ബൻഡും. ജാസ്മിൻ എന്താ ചെയ്യുന്നത്? ഞാൻ വീട്ടമ്മയാണ്. ഓക്കെ. അപ്പോൾ ജാസ്മിനെ പോലെ ഒരുപാട് കഴിവുള്ള വീട്ടമ്മമാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ ജാസ്മിൻ. ഓക്കെ. ജാസ്മിൻ ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? അപ്പവും വീഞ്ഞുമായി നാദാ ഞങ്ങൾ. പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ജാസ്മിനെ ഏറ്റവും നന്നായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്ന യേശുദാതനെ ധ്യാനിച്ചുകൊണ്ട് ജാസ്മിൻ്റെ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. അപ്പവും വീഞ്ഞുമായി നാദാ ഞങ്ങൾ നിൽക്കുന്നു നിൻ തിരുസന്നിധിയിൽ. ഞങ്ങൾ തൻ അർച്ചന സ്വീകരിക്കൂ. നൽവരദാനങ്ങൾ നീ ചൊരിയൂ. അപ്പവും വീഞ്ഞുമായി നാദാ ഞങ്ങൾ നിൽക്കുന്നു നിൻ തിരുസന്നിധിയിൽ. ഞങ്ങൾ തൻ അർച്ചന സ്വീകരിക്കൂ. നൽവരദാനങ്ങൾ നീ ചൊരിയൂ. അപ്പവും വീഞ്ഞുമായി നാദാ ഞങ്ങൾ. മുന്തിരി നീരിതു നിന്റെ തമാ നവ്യമാമപ്പം നിൻ പൊന്നീനിയാൻ. മുന്തിരി നീരിതു നിന്റെ തമാ നവ്യമാമപ്പം നിൻ പൊന്നീനിയായി മാറിടുമ്പോൾ നാദാ നിൻ കനിവാൻ തീർത്തിടൂ ഞങ്ങളെ നിൻ സ്വന്തമാ. അപ്പവും വീഞ്ഞുമായി നാദാ ഞങ്ങൾ നിൽക്കുന്നു നിൻ തിരുസന്നിധിയിൽ. ഞങ്ങൾ തൻ അർച്ചന സ്വീകരിക്കൂ. നൽവരദാനങ്ങൾ നീ ചൊരിയൂ. അപ്പവും വീഞ്ഞുമായി നാദാ ഞങ്ങൾ. ജീവിതഭാരങ്ങൾ ക്ലേശങ്ങളും ഞങ്ങൾ തൻ ആത്മാവിൻ സ്പന്ദനവും. ജീവിതഭാരങ്ങൾ ക്ലേശങ്ങളും ഞങ്ങൾ തൻ ആത്മാവിൻ സ്പന്ദനവും. സന്തോഷചിത്തര കാഴ്ചയേകാം. ശാശ്വതമാം ശാന്തി നീ ചൊരിയൂ. അപ്പവും വീഞ്ഞുമായി നാദാ ഞങ്ങൾ നിൽക്കുന്നു നിൻ തിരുസന്നിധിയിൽ. ഞങ്ങൾ തൻ അർച്ചന സ്വീകരിക്കൂ. നൽവരദാനങ്ങൾ നീ ചൊരിയൂ. അപ്പവും വീഞ്ഞുമായി നാദാ ഞങ്ങൾ.
പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേ പിതാവും തിരുക്കുടുംബത്തിന്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നതുപോലെ നമ്മുടെ കുടുംബവും ഒരു തിരുക്കുടുംബവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാൻഡിഡ്സ് ബാൻഡിലെ സിംഗേഴ്സ് പാടുന്ന ഈ അതിമനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. കുടുംബം
ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ഏറെ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെ അടുത്ത ആഴ്ച കൂടുതൽ മനോഹരമായ ഗാനങ്ങളുമായി നമ്മൾ എത്തുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ.